വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച് ചേത്തോടെ നടത്തുന്ന ആ വൻകൃപകൾക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാം. 143 സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടു. ദാവീദ് പറയുവാണ്, എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. അപ്പം ചെവി തരും എന്ന് ദാവീദിനറിയാം. നമ്മൾ ഓരോരുത്തരും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രാർത്ഥന കേൾക്കുകയും യാചന കേൾക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യുന്ന ആളാണ് നമ്മുടെ ദൈവമെന്ന്. അതുകൊണ്ട് ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിന് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന്മേൽ രോഗത്തിൻ്റെതായ പ്രയാസങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൽ ആശ്രയിക്കണം. എന്നിട്ട് നമ്മൾ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ദൈവം. അപ്പം നമ്മളെ ജയത്തോടെ നടത്താനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ഈ ദൈവം ആരാണ്? കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയാലുവാണ്. അതേപോലെ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. അപ്പം നിത്യപിതാവ് നമ്മുടെ ദൈവം. ഈ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. യഹോവേ, നിൻ്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. അത് കണ്ടോ, അവസാനം ഈ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനത്തിൻ്റെ അവസാനം, യഹോവേ, നിൻ്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവം തമ്പുരാൻ നമ്മളെ നടത്തുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ജയത്തോടെ നടക്കുവാനായിട്ട് സാധിക്കുന്നത്. നിൻ്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഗ്രഹിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരുടെയൊക്കെ നശിപ്പിക്കണമേ. ഞാൻ നിൻ്റെ ദാസനാകുന്നു. ഏറ്റവും അവസാനം പറയുന്നുണ്ടോ, ഞാൻ നിൻ്റെ ദാസനാകുന്നു. അപ്പോൾ കർത്താവേ, എന്നെ സഹായിക്കണേ. കർത്താവേ, എന്നോട് കൃപ തോന്നണമേ. കർത്താവേ, എനിക്ക് ആയുസ്സ് നൽകി തരണേ. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് നിൻ്റെ കൃപയാണ്. ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത്, പ്രാണൻ പോലും ജീവൻ തന്നോനേ, പൂവിലാരിലും കാലാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിയിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പിരിയാതെ മാറാതെ ഇരിക്കാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കും. ഒരിക്കലും നമ്മൾ ദൈവത്തെ പിരിയാൻ പാടില്ല. ആ മാറി ചാരി, അതായത് പ്രാണൻ പോവോളം. അതാണ് ആ പാട്ട് ഭയങ്കര ഒരു അർത്ഥമായിട്ടുള്ള. അത് കഴിഞ്ഞ് ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ. നമുക്ക് ഉയർച്ച തരുന്നത്, നന്മ തരുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് അവസാനം 143 സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതുകൊണ്ടാണ്, യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്കുണ്ടോ? വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരവരലാണമേ എന്നാണ് പറയുന്നത്. യഹോവ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിൻ്റെ വിശ്വസ്തതയാൽ നീതിയാൽ എനിക്ക് ഉത്തരം വരലാണമേ. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കർത്താവിൻ്റെ കൃപകളാൽ കർത്താവ് നമ്മളെ ഓരോ ദിവസവും കൺമണി പോലെ കാക്കും. പരമനാമത്തിനകത്തും രോഗദുഃഖാദികളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കും. ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ടൈമുകളാണല്ലോ. കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ടൈം എടുത്ത് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടണം. ദൈവജനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധി കടന്നു പോവുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കും. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ആത്മീയതയിലും ഭൗതികതയിലും ഒക്കെ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് ജീവിക്കണം. അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അത് അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി താഴ്ത്തുന്നു. ഗോഡ് ബ്ലെസ് യു.